ശബരിമലയെ ഇത്തരത്തിൽ ഒരു വിശ്വാസവുമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് ശബരിമലയിലെ പണത്തിനോട് താല്പര്യമുണ്ട്. അവർക്ക് അയ്യപ്പനോട് താല്പര്യമില്ലെങ്കിലും ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പണത്തിനോട് താല്പര്യമുണ്ട്. അതവർ പരമാവധി പലരും ചൂഷണം ചെയ്തിട്ടുണ്ട്. ഈ നേരത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു അടക്കമുള്ളവർക്ക് ഇത്തരത്തിൽ പണം ലഭിച്ചിട്ടുണ്ടെന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നു. കാരണം ഉദ്യോഗസ്ഥരുടെ പിന്തുണയില്ലാതെ, അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് മുതൽ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥന്റെ വരെ പിന്തുണയില്ലാതെ ഇത്തരത്തിലൊരു കൊള്ള നടക്കില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് പലർക്കും പണം ലഭിച്ചിട്ടുണ്ട്. അഴിമതിയുടെ ഒരു കൂത്തരങ്ങാക്കി ശബരിമലയെ മാറ്റിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുമ്പോൾ അത് ശരിയാണ്. എന്തായാലും വിശ്വാസ സംരക്ഷണ യാത്രയിലൂടെ കോൺഗ്രസ് ഒരു പുതിയ സമരമുഖം തുറക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം ഇത് കേരളത്തിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ശബരിമല ലോക പ്രശസ്തമായ ഒരു അയ്യപ്പ ക്ഷേത്രമാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തർ ശബരിമലയിൽ എത്താറുണ്ട്. അത്തരത്തിലുള്ള അയ്യപ്പ ഭക്തരെയാണ് സർക്കാർ കബളിപ്പിച്ചത്. കാരണം അയ്യപ്പ ഭക്തന്മാർ അവിടെ കാണിക്കയായി നൽകുന്ന, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് നൽകുന്ന, അവരുടെ ആഗ്രഹം സഫലീകരിച്ചാൽ അവർ നൽകുന്ന വഴിപാടുകളാണ് കട്ട് സ്വന്തം കീശയിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ പൊള്ളത്തരം കോൺഗ്രസ് തുറന്നു കാണിച്ച് കൃത്യമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ പല പ്രമുഖർക്കും കേരളത്തിലെ സെൻട്രൽ ജയിലിൽ അന്തിയുറങ്ങാൻ കഴിയുമെന്ന കാര്യത്തിൽ